പ്രൈസ് ലോർഡ്. ഇന്ന് വീണ്ടും എക്സോഡസ് പുറപ്പാട് പുസ്തകം 2-ാം ഭാഗം പഠിക്കാൻ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് വീണ്ടും നമസ്കാരം. നമ്മൾ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും അതിൻ്റെ എഴുത്തുകാർ അതിൻ്റെ ഔട്ട്ലൈൻ എന്താണെന്ന് പഠിക്കുകയാണ്. അപ്പോൾ തന്നെ പഠിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ബൈബിൾ പ്രോജക്റ്റുകാരുടെ നന്നായ വീഡിയോയും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഫോളോ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇൻഡെപ്തായിട്ടുള്ള അതിൻ്റെ അകത്ത് അന്തർലീനമായി കിടക്കുന്ന അനേക സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സത്യാന്വേഷികളായി നമുക്ക് വീണ്ടും പഠിക്കാം. പുറപ്പാട് പുസ്തകം 19 മുതൽ മറ്റ് ചില കാര്യങ്ങളാണ് നടക്കുന്നത്. പുറപ്പാട് 1 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിച്ചുകൊണ്ട് ചെങ്കടൽ കടന്ന് ഫാറോനെയും സൈന്യവും അവരെ പിന്തുടർന്ന സൈന്യവും ചെങ്കടലിൽ തള്ളപ്പെട്ടു. അതിനുശേഷം അവർ മുമ്പോട്ട് പോകുന്നു. 3-ാമത്തെ മാസം അവർ സീനായി മരുഭൂമിയിൽ വരുന്നു, സീനായി പർവ്വതത്തിക്കൽ വരുന്നു. അവിടെ മുതൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാനായി പോവുകയാണ്. നമ്മൾ ഉൽപ്പത്തി ചിന്തിച്ചപ്പോൾ ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഏകദേശം 2000 വർഷത്തെ ചരിത്രം പഠിച്ചു. 11 അധ്യായത്തിൽ കിടക്കുന്നു. അതിനുശേഷം അബ്രഹാമിനെ വിളിക്കുന്നു. അങ്ങനെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് 3 ഗോത്രപിതാക്കന്മാർ. അവർ ചുരുക്കം പേരായിരുന്നു. 74 പേര് മിസ്രൈമിലേക്ക് വന്നു. അന്ന് അവരുടെ ഗോത്രപിതാക്കന്മാർ അവരോട് അരുളി ചെയ്തതും അവർ അന്ന് കഴിച്ച യാഗങ്ങളെക്കുറിച്ചും വ്യവസ്ഥിതിയെക്കുറിച്ചുമൊക്കെ വചനത്തിൽ വ്യക്തമായി നമുക്കറിയില്ല. ഒരുപക്ഷെ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ആദം ഹവ്വമാർക്ക് ദൈവം തന്നെ യാഗത്തിൻ്റെ പ്രമാണം കൊടുത്തതായി അവരെ തോലുകൊണ്ട് ഉടുപ്പിച്ചതായും കാണുന്നു. മക്കൾ വന്നപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു. തുടർന്നും ആ പണ്ട് മുതലേ, ഏദൻ മുതലേ നമുക്കറിയാം ഹോമയാഗമുണ്ട്. എന്നാൽ അത് ഗോത്രപിതാവായ അബ്രഹാമും ചെയ്തു, ഇസ്ഹാക്കും ചെയ്തു, യാക്കോബും ചെയ്തു. യാക്കോബിൻ്റെ മക്കൾ വന്നപ്പോൾ ആ ഗോത്രം മാറി ഒരു രാഷ്ട്രമായി തീരുകയായിരുന്നു. ഒരു വലിയ ജനസമൂഹമായി അവർ തീർന്നു. അപ്പോൾ അവരെ എങ്ങനെ ആരാധിക്കണം, അവരുടെ ആരാധനയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ ദൈവം നേരിട്ട് സീനായി അത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിതാക്കന്മാർ ആരാധിച്ച ആരാധനയിലെ ആ സത്യം ഒരുപക്ഷെ അബ്രഹാമിന് ഇത് പറഞ്ഞു കൊടുത്തു കാണും. ഇല്ലെങ്കിൽ യാക്കോബിനും ഈ മർമ്മം അറിയാമായിരിക്കാം, ഇസഹാക്കിനും അറിയാമായിരിക്കാം. ആദം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവർക്കൊക്കെയും ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായിരിക്കാം. ആ അരുളപ്പാടുകളെക്കുറിച്ച് വിവരിക്കുന്ന ആ പുസ്തകങ്ങൾ ഉൽപ്പത്തിയിലില്ല, അധ്യായങ്ങളില്ല. എന്നാൽ ഇവിടെ പുറപ്പാടിൽ 1 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ജനത്തിന് വ്യക്തമായ ഒരു ധാരണ ആരാധനയെ പറ്റിയില്ല. ഇന്നവർ വളർന്നു വലുതായി തീർന്നിരിക്കുന്നു, സമൂഹമായി തീർന്നു, രാഷ്ട്രമായി തീർന്നു. അപ്പോൾ ഗോത്രം എന്നുള്ളത് മാറി ഇപ്പോൾ രാഷ്ട്രമായി മാറിയിരിക്കുന്നു. അത് ദൈവം പറയുന്നുണ്ട്. അങ്ങനെ മോശയ്ക്ക് ദൈവം സീനായിൽ ചില കൽപ്പനകൾ കൊടുക്കുന്നു. അവരുടെ ആത്മീയമായ കാര്യം, അവരുടെ സോഷ്യൽ സാമൂഹിക കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നന്നായി അരുളപ്പാട് ലഭിക്കുന്നു. മാത്രമല്ല, അതുവരെ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ദൈവം അവിടെ മധ്യ വസിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ദൈവം അവരെ സീനായിലേക്ക് വിളിച്ചപ്പോൾ, സീനാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചില്ലെങ്കിൽ അതിൻ്റെ അടിവാരത്തിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് ആ കാഴ്ച വളരെ ഭയം ഉളവാക്കുന്നതാണ്. അവർക്കൊരു മധ്യസ്ഥനെ വേണം. അവർക്ക് നേരിട്ട് ദൈവവുമായിട്ട് ഇടപെടുവാൻ അവർക്ക് താല്പര്യമില്ലായ്മ അവർ പ്രകടിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലേഖനത്തിൽ എബ്രായ ലേഖനം 12 അത് കാണുന്നുണ്ട്. സ്ഥൂലവും തീകത്തുന്നതുമായ ഇങ്ങനെ ഭയങ്കരമാകുന്ന ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷത അവർക്ക് സഹിപ്പാൻ കഴിയാത്തത് കൊണ്ട് ദൈവം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്തേരെ, ഞാൻ താഴേക്ക് ഇറങ്ങി വരാം, നിങ്ങളുടെ ഇടയിൽ വസിപ്പാൻ തക്കവണ്ണം ഒരാലയം ഉണ്ടാക്കണം. അങ്ങനെയുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് മോശ മുഖാന്തരം കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് ഈ യാഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആ 19-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. തുടർന്ന് നമുക്ക് എന്താണ് മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിന് കൊടുത്തത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുവരെ അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായി മാറുന്നു, ഒരു സമൂഹത്തിൻ്റെ ദൈവമായി മാറുന്നു. പിന്നെ നമുക്കറിയാം, യേശു വരുമ്പോൾ ലോകമെമ്പാടും ഉലകത്തിൻ്റെ മുഴുവൻ ദൈവമായി ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിപ്പാൻ സകല ജാതികൾക്കും യേശുക്രിസ്തു മുഖാന്തരം ഈ സൗജന്യ രക്ഷയെ പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്ക് നോക്കാം. 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്,
ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിൽ എത്തി. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ, ഞാൻ മിസ്രൈമ്യരോടും ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. യു ഷാൽ ബി me a kingdom of priests and the holy nation. You shall be my own possession among all the people. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങളാകുന്നു. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. അങ്ങനെ ജനം എഗ്രി ചെയ്യുന്നു. മോശ മധ്യസ്ഥനായി നിൽക്കുന്നു. ദൈവവും മോശയിൽ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. മോശ അത് ജനത്തിന് കൊടുക്കുന്നു. അത് പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നമുക്കറിയാം തുടക്കമാണ്. അങ്ങനെ അവർക്ക് ഒരു വലിയ പ്രമാണം കിട്ടുന്നു. 149 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്നെ, അതുപോലെ മറ്റുള്ള സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവം യാക്കോബിന് അവൻ്റെ വിധികളെയും ചട്ടങ്ങളെയും കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ മറ്റൊരു ജാതിക്കും കൊടുത്തിട്ടില്ല. എല്ലാ മതങ്ങളും എല്ലാ ആരാധനകളുടെയും പിന്നിൽ ഏതെങ്കിലും ഒരു മതസ്ഥാപകനോ ഏതെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളോ ഡെവലപ്പ് ചെയ്താണ് പല സംസ്കാരങ്ങളോ മതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതോ ദൈവം, ജീവനുള്ള ദൈവം അഗ്നിമയമായ ഒരു പ്രമാണം അവർ കൽപ്പിച്ചു കൊടുത്തു. ഇനി ഈ ബൈബിൾ പ്രോജക്റ്റിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. The book of Exodus. In the first video, we explored chapters 1 through 18, which tell the foundational story of how God rescued the enslaved Israelites by confronting and defeating Pharaoh, while offering a way of escape through the blood of the Passover lamb. God then delivered his people by bringing them through the waters of the sea and then into the wilderness, where, surprisingly, they grumbled and complained. Now, the second half of the book of Exodus opens as Moses leads Israel to the foot of Mount Sinai, where God invites the nation of Israel to enter into a covenant relationship. And here we reach another key moment in the biblical storyline, because this is picking up and developing God's promise to Abraham. So remember, from the book of Genesis, God promised that through Abraham's family, somehow he would restore his blessing to all of the nations. And here we find out more. God says that if Israel obeys the terms of the covenant, they will be so shaped by God's laws and teaching and justice that they will become a kingdom of priests, which means that they will become God's representatives and show all of the other nations what God is truly like. Now, the people of Israel eagerly accept the offer, and so God's presence appears right on the top of Mount Sinai in the form of cloud and lightning and thunder. And Moses goes up as their representative, and God opens with the basic terms of the covenant, the famous 10 commandments. These are like the basic terms of the agreement, how the Israelites and God are going to relate to each other. And then after this come another collection of commands which fill out the first 10 in more detail. There are laws about Israel's worship, about social justice, how they are to live together, all shaping Israel into a nation of justice and generosity that's different from the other nations. So Moses writes down all of these laws, and he brings them down to the people who, again, eagerly agree to enter into this covenant with God. And once they do so, God takes the relationship forward another step. He tells Moses that he wants his holy and divine and good presence to come and dwell right in the midst of Israel, which develops another aspect of God's covenant promises. So remember, after humanity's rebellion in the garden, it was access to God's presence that was lost. But now it's through the family of Abraham that God's presence is becoming once again accessible through this covenant relationship, and first with Israel, and then somehow one day to all nations. So what follows are 7 chapters of detailed architectural blueprints about this
sacred tent called the tabernacle. There's an outer courtyard with an altar, and then in the center there's a tent that has an outer room and then an inner room. And then inside the inner room, which is called the most holy space, is a golden box called the Ark of the Covenant. And there's angelic creatures over the top of it. It's the hot spot of God's presence. Now there's lots of detail in these chapters, and it's important to know that every piece has some kind of symbolic value. All of the flowers, the angels, the gold, and the jewels, it all echoes back to the Garden of Eden, the place where God and humans lived together in intimacy. And so the tabernacle is like a portable Eden, so to speak. It's the place where God and Israel can live together in peace. At least in theory, because right here, something goes really, really wrong. Israel breaks the covenant. As Moses is up on the mountain receiving the blueprints for the tabernacle, down below at the camp, the Israelites, they're losing patience. And so they ask Moses' brother Aaron to make for them a golden calf idol so they can worship it as the God who saved them out of slavery in Egypt. Now God's presence, it's right there on top of the mountain. They can see it. But here they are below, breaking the first two commands of the covenant they just agreed to. No other gods and no idols. Now, what follows is really important. God knows what's happening down below. And so he first invites Moses into his own anger and pain. And he tells Moses what he wants to do, just to wipe Israel out. But Moses intercedes by appealing to God's character. He says, first of all, destroying Israel would be going back on your covenant promises to Abraham. And then Moses appeals to God's reputation among the nations. What would they think if they see you destroying your own people? And so God accepts Moses' intercession, and he relents. And while he does bring his judgment on those who instigated the idolatry, he forgives the nation as a whole and promises to renew his covenant. And it's right here, at this point in the story, that God, for the first time, describes his own character to Moses. He says, the Lord is merciful, he's gracious, he's slow to anger, abounding in covenant faithfulness. He forgives sin, but he will not leave the wicked unpunished. So we have this tension. God is full of mercy, but also he must deal with evil if he claims to be good. And above all, God is faithful to his promises, even though it means, he knows, he's committing himself to a people who are utterly faithless. And so after renewing the covenant with Israel, God commissions Moses to go ahead and build the tabernacle. And once again, we get 5 long chapters describing in detail the construction of the tabernacle. And it all comes together in the final chapter where the tabernacle's finished. God's glorious divine presence comes and hovers over the tent, and our hopes are high. And so Moses, he goes right up to enter into the tent, and he can't. He actually can't go in. And that's how the book ends. It's really surprising, but not really if you think about it. You can see now how much Israel's sin has damaged the relationship with God in more ways than we realized. So the book opened, remember, with Pharaoh's evil threatening Israel and threatening God's covenant promise. But now, as the book ends, Israel has become its own worst enemy. It's their sin that's threatening the future of the covenant. And so the question as the book closes is, how is God going to reconcile this conflict between his holiness and his goodness and his presence with the sinful corruption of his own covenant people? The solution to that problem is what the next book is about, but for now, that's the book of Exodus. വളരെ അനുഗ്രഹീതമായി ചിത്രീകരിച്ചിട്ടില്ല ഈ പിക്ചർ. നോക്കിക്കേ, മോശയ്ക്ക് ജനം എഗ്രി ചെയ്ത് മോശ പർവ്വതത്തിൽ കയറി ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് ദൈവത്തിൻ്റെ കൈകളാൽ എഴുതപ്പെട്ട 10 കൽപ്പനകൾ വാങ്ങി താഴെ ഇറങ്ങി വരുമ്പോൾ അതിലൊന്നാമത് പറയുന്നത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് എന്നുള്ള കൽപ്പനയുമായി ഇറങ്ങി വരുമ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ അവർ ദൈവത്തെ മറന്ന്, ദൈവകൽപ്പനകളെ മറന്ന്, ദൈവത്തെ കോപിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് ദൈവം മിസ്രൈമിൽ നിന്നും അവരുടെ അധ്വാനത്തിൻ്റെ കൂലിയായി അബ്രഹാമിനോട് നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, അരുളി ചെയ്തു, ഞാൻ വളരെ സമ്പത്തോടുകൂടെ നിന്റെ സന്തതികളെ ഇവിടേക്ക് വരുത്തും, അല്ലെങ്കിൽ 4ാം തലമുറക്കാർ ഇവിടെ മടങ്ങി വരും എന്ന് പറഞ്ഞപ്പോൾ ദൈവം തൻ്റെ വാഗ്ദത്തം പാലിച്ച് അവർക്ക് കൊടുത്ത വെള്ളിയും പൊന്നും എല്ലാം ഉപയോഗിച്ച് അവർ വിഗ്രഹത്തെ ഉണ്ടാക്കി. അവർ ദൈവത്തിൻ്റെ മുഖത്തടിക്കുന്നത് പോലെ അവർ ദൈവത്തെ കോപിപ്പിച്ചു. മോശ കോപിതനായി
വളരെ കോപം നിറഞ്ഞവനായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പൊട്ടിച്ചു കളയുന്നു. ദൈവം മോശയോട് പറയുന്നു, മതി, ഇവരെയും കൊണ്ട് ഞാൻ സഹികെട്ടിരിക്കുന്നു, ഇനിയും എനിക്ക് ഇവരെ മുൻപോട്ട് കൊണ്ടുപോകാനായി വളരെ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇനിയുമുള്ളത് ഒരു അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വലിയ ആളാക്കാം എന്ന് മോശയോട് ദൈവം പറയുന്നു. എന്നാൽ മോശ ദൈവസന്നിധിയിൽ ഈ ജനത്തിന് വേണ്ടി വീണ്ടും അപേക്ഷിക്കുകയും ആ അപേക്ഷ ദൈവം കൈക്കൊണ്ട് വീണ്ടും ഈ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ പ്രാപിപ്പാൻ തക്കവണ്ണം വീണ്ടും പർവ്വതത്തിലേക്ക് പോകുന്നത് കാണുവാനായിട്ട് നമുക്കിടയാകുന്നുണ്ട്. അപ്പോൾ ദുഷ്ടഹൃദയമുള്ള ഈ മനുഷ്യരെ, സഹിക്കാൻ കഴിയാത്ത ഈ മനുഷ്യരെ ദൈവം എത്രമാത്രം അത്ഭുതങ്ങൾ, ദൈവം എത്രമാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും അവർ വേഗത്തിൽ അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ദൈവം ചെയ്ത നന്മകൾ മറന്നു കളയുകയും ചെയ്യുന്ന ദുഷ്ടഹൃദയമുള്ള ഒരുപറ്റം ആൾക്കാർ. അവർക്ക് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്, കനാൻ. എന്നാൽ അവർ ശരീരം കൊണ്ട് കനാനിലേക്ക് യാത്ര ചെയ്യുന്നെങ്കിലും ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് പിന്തിരിഞ്ഞു പോകുന്ന ഒരു പിന്മാറ്റ ഹൃദയവും അവർക്കുണ്ടായിരുന്നു. നമുക്ക് തുടർന്നും ഈ ഭാഗങ്ങൾ പഠിക്കണം. ഇനിയും എന്താണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്നത്, ദൈവം അവരോട് കൽപ്പിച്ചത് എന്താണ്, ആരാധനയുടെ വിഷയങ്ങളും അതുപോലുള്ള ദൈവത്തെ ആരാധിക്കേണ്ട വിഷയങ്ങളും ദൈവം അവരുടെ മധ്യത്തിൽ ഇറങ്ങി വസിക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിച്ചു. കാരണം ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഒരു മധ്യസ്ഥനെ കിട്ടിയാൽ മതി, ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവർക്ക് പോകണ്ട. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇറങ്ങി വരാം, ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയണം. അതാണ് അവരുടെ ആലയം സംബന്ധിച്ചും ആരാധനയെ സംബന്ധിച്ചും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പുതിയ ഒരു സംവിധാനം, പുരോഹിതന്മാർ, അങ്ങനെയുള്ള സെറ്റപ്പുകൾ ദൈവം ചെയ്തു കൊടുക്കുന്നു. ഈ പ്രമാണങ്ങളെക്കുറിച്ചുള്ള പഠിപ്പീരുകൾ ഉൽപ്പത്തി പുറപ്പാട് അടുത്ത ലേവ്യയിൽ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും നമുക്ക് പഠിക്കണം. അതുവരെ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. കടന്നു വന്നതിൽ വളരെ സന്തോഷം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.